കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ വിഷയ സിനിമ. അടിപൊളി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോര തെറിക്കും നമ്മളെ, ചോര വാരും. കഥ മനസ്സിലാവാഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബ്രൂട്ടലാണ്, നല്ല അന്യായ ബ്രൂട്ടലാണ്, പിള്ളേരെ വരെ അടക്കം കൊല്ലുന്ന ഒരു ബ്രൂട്ടലാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ബോളിവുഡിലെ കാണുന്ന പോലെ നായകന്റെ സൈഡിൽ കുറച്ച് പേര് ആവുകയാണെങ്കിൽ നമുക്കൊരു ഇമോഷനൊക്കെ ഓക്കെ ആക്കാം. പക്ഷെ ഇത് നായകന്റെ ഫുള്ള് ലോസ്. നായകൻ കൊടുക്കുന്ന വാക്കുമില്ല, ഒരു പണ്ടാരവും ഇല്ല. നായകൻ മൊത്തത്തിൽ ഇടിഞ്ഞ് താന്നു പോയിട്ട് അവസാനം പൊങ്ങി വരുന്നു. രജനീകാന്ത് ഒന്നുമല്ല, ഇത് നല്ല വയലൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ വയലൻസ് കാണിക്കാൻ വേണ്ടി അമ്മാര് ഹൈപ്പിലങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇമോഷൻസ് നായകനുണ്ടെന്ന് കാണിക്കാൻ അതും കുറെ ഹൈപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് സൂഹിക്കത്തില്ല. ഇപ്പൊ കുറെ വയലൻസ് ഇങ്ങനെ മലയാളത്തിൽ ഇറങ്ങിയെന്ന് കുറെ കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയാണെങ്കിലും കുറെ സ്ഥലത്തൊക്കെ നല്ല ലാഗ് നമുക്ക് അടിക്കും. മനസ്സിലായില്ല, നമുക്കൊരു ലോജിക്ക് നീങ്ങുന്നില്ല. മലയാളത്തിലെന്ന് പറഞ്ഞാൽ കൂടുതൽ ലോജിക്കല്ലേ വെക്കുന്നത്. ഈ തെലുങ്കിലൊക്കെയാണ് കുഴപ്പമില്ല, പക്ഷെ മലയാളത്തിലൊക്കെ നല്ല ലോജിക്ക് നോക്കുന്നത്. ഇതുപോലെ ലോജിക്കല്ല ഇത്. അത് ആക്രമിക്കാൻ പിന്നെ കുറെ തോക്കുമായിട്ട് വരും, പിന്നെ വരുമ്പോൾ അത് കാണത്തില്ല. നല്ല വയലൻസ് ഉണ്ടായിരുന്നു, മസ്റ്റ് ആയിട്ട് കാണണം. ചോരപ്പുഴയാണ്, നല്ല വയലൻസ്, നല്ല കട്ട വയലൻസ് ആണ്. കില്ലിനെങ്കാട്ടി 10 ഇരട്ടി വരും സത്യം പറഞ്ഞ.